ഹലോ ഹായ് ഫ്രണ്ട്സ്, എനിക്ക് DTH Info യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ സൺഡേ DTHൻ്റെ വാലറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പൈസ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സൺഡേൻ്റെ വാലറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഗൂഗിൾ പേൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേൻ്റെ ആപ്പ് ഓണാക്കുക. ഓപ്പൺ ആക്കിയ ശേഷം താഴേക്ക് കൊണ്ടുവരിക. താഴെ നമുക്ക് പേ ബിൽസ് എന്ന് കാണാം. അപ്പോൾ പേ ബിൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുമ്പോൾ നമുക്ക് താഴെ മൊബൈൽ റീചാർജ്, ഇലക്ട്രിസിറ്റി, അതുപോലെ DTH കേബിൾ തന്നെ കാണാം. അപ്പോൾ മൂന്നാമത്താണ് അവിടെ DTH. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൺ ഡയറക്റ്റ്, ടാറ്റ പ്ലേ അതുപോലെ DTHൻ്റെ കമ്പനികൾക്ക് വരും. ഇതുപോലെ റീചാർജ് ചെയ്ത ലിസ്റ്റാണ് കാണുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സൺ ഡയറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ സൺ ഡയറക്റ്റുമേ ക്ലിക്ക് ചെയ്യാണ്. സൺ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. താഴെ റീചാർജിൻ്റെ പ്ലാനൊക്കെ കാണുന്നുണ്ട്. മുകളിൽ മുൻപ് റീചാർജ് ചെയ്ത അക്കൗണ്ടാണ് കാണുന്നത്. വലതുഭാഗത്ത് ഒരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. വലതുഭാഗത്ത് ഒരു ആരോ, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണാം ലിങ്ക് അക്കൗണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത ലിസ്റ്റ് മുകളിൽ കാണാം. അപ്പോൾ ലിങ്ക് അക്കൗണ്ടുമ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് സ്മാർട്ട് കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്മാർട്ട് കാർഡ് നമ്പർ എൻ്റർ ചെയ്തു. താഴെ നിക്ക് നെയിം കാണാം, അതിൽ എന്തെങ്കിലും പേര് എൻ്റർ ചെയ്യുക. വീണ്ടും റീചാർജ് ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അത് സെലക്ട് ചെയ്താൽ മതി. താഴെ കണ്ടിന്യൂ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയൊരു വിൻഡോ വീണ്ടും ഓപ്പൺ ആയി വരുന്നുണ്ട്. താഴെ കാണാം ലിങ്ക് എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ നമ്മൾ കൊടുത്ത സ്മാർട്ട് കാർഡ് നമ്പറൊക്കെ കാണും. താഴെ ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വിൻഡോയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സൺഡേറിൻ്റെ റീചാർജ് പ്ലാൻ്റെ ലിസ്റ്റാണ് വന്നത്. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്താൽ നമുക്കിപ്പോൾ നിലവിൽ റീചാർജ് എത്രയാണുള്ളത്, പ്ലാൻ ഏതാണ്, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക് എല്ലാ പ്ലാനും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള മലയാളം റീചാർജ് പ്ലാനുകൾ ഇതൊക്കെയാണ്: 211, 229, 250, 283, 354. ബാക്കിയുള്ളതെല്ലാം നമുക്കിവിടെ നോക്കാം. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 5 രൂപ മുതൽ 500 രൂപ വരെ, 500 രൂപ വരെയുള്ള എമൗണ്ടുകൾ കാണാനാവും. നമുക്കിവിടെ 5 രൂപ മുതൽ 500 രൂപ വരെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പെഷ്യൽ പ്ലാനുകളൊന്നും തന്നെയല്ല. ഇത് നമ്മുടെ വാലറ്റ് അക്കൗണ്ടിലേക്ക് റീചാർജ് ചെയ്യുന്ന എമൗണ്ടാണ്. 5 രൂപ മുതൽ 500 രൂപ വരെ. ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് 200 രൂപയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം. ഞാനിവിടെ 200-ൽ ക്ലിക്ക് ചെയ്തു. താഴെ കാണാം പേ നൗ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു പേജിലേക്ക് പോകുന്നത് കാണാം. ഇവിടെ നമ്മുടെ പാസ്വേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം വലതുഭാഗത്തൊരു ടിക്ക് മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം കംപ്ലീറ്റായി. ഇവിടെ കാണാം ഒരു ടിക്ക് മാർക്ക് വന്നത്. ഇനി നിങ്ങളുടെ വാലറ്റ് അക്കൗണ്ടിൽ എത്ര വന്നിട്ടുണ്ട് നോക്കുക. 5 രൂപ മുതൽ 500 രൂപ വരെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിന് വാലിഡിറ്റി ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ പ്ലാന് വാലിഡിറ്റി കൂടി വരെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം 200 ചെയ്തു, വീണ്ടും ഞാൻ ഒരു 20 കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാലറ്റ് അക്കൗണ്ടിൽ ഇപ്പോൾ 229 രൂപയാണ് ഉള്ളത്. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി 20 രൂപ കൂടി റീചാർജ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം എൻ്റെ അക്കൗണ്ടിൽ 246 രൂപ വന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റ് അക്കൗണ്ടിലേക്ക് റീചാർജ് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.